വരെ പരിശോധിച്ചാൽ കിരീടം കിട്ടാത്ത എന്നാൽ ജനങ്ങൾ ഹൃദയത്തിൽ കിരീടം കൊടുത്ത ഹൃദയത്തിലേറ്റിയ 3 പേരാണുള്ളത്. ഒന്ന് ഡോക്ടർ റോബിൻ്റെ ഫാൻസുകാർ ഇപ്പോഴും ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കണ്ണിൽ നമ്മുടെ മിളക് തേച്ചു എന്ന് പറഞ്ഞിട്ട് ആ കൊറോണ കാലത്ത് രഞ്ജിത്ത് കുമാർ അവിടുന്ന് പുറത്തു പോയി. അന്നത്തെ ജനപ്രവാഹം പിന്നെ റോബിനെ കിട്ടിയിട്ടുള്ളത്. ആ ജനപ്രവാഹത്തിൻ്റെ ആ എയർപോർട്ടിൽ ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അതുപോലെ തന്നെ രഞ്ജിത്ത് കുമാർ, പിന്നെ നമ്മളിപ്പോൾ സീസൺ 7 നമ്മുടെ അനീഷ്. ഈ 3 പേർക്കും കിരീടമില്ല, കപ്പില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇവരിനി എത്ര നാളായാലും ഇവർക്ക് എല്ലാ ജനങ്ങളുടെ മനസ്സിലും ഇവരെ ചിത്രം ഉണ്ടായിരിക്കും, ഇവരെ പറ്റിച്ച ചിത്രം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചതിച്ചിട്ടാണ് നമ്മുടെ റോബിനെ കുറേ സീക്രട്ട് റൂമിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് പുറത്താക്കിയത്. രഞ്ജിത്ത് കുമാറിനെ അത് തന്നെ ഉണ്ടാക്കിയത്, പുറത്താക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ അതിന് പുറത്താക്കി. അതുപോലെ തന്നെ കിരീടം വയ്ക്കാത്ത കിരീടമുള്ള രാജകുമാരന്മാരാണ് ഇവർ 3 പേരും നമ്മുടെ മനസ്സിൽ. അപ്പോൾ സീസൺ 7 അത് അനീഷിൻ്റെ പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സീസണാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു പാവമാണ്. പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാവം. ഉറങ്ങുമ്പോൾ പോലും വായിൽ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടിക്കില്ല. അപ്പോൾ അത്ര ജനസമ്മതനാണ് നമ്മുടെ അയാൾ. ഒരിക്കലും ഫേക്കായിട്ട് നിന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച അയാൾ അവൻ്റെ ഉള്ളിൽ വന്നിട്ട് അനീഷിനെ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഞാൻ ഫേക്കാണെന്ന് വിചാരിച്ചത്. പക്ഷേ അയാൾ ഒറിജിനാലിറ്റി അയാൾ അവിടെ നിന്നത്. പുറത്ത് വന്നിട്ട് എത്ര സിമ്പിളാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ജനങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, ഇത്രയൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോ നല്ല വാക്കുകൾ പറയണം. എന്നിട്ട് പോലും ഒരു അഹങ്കാരമോ ഒരു തലക്കനോ ഇല്ലാത്ത റോബിനെ പോലെ നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ അനീഷ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനീഷിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളും കഷ്ടതകളൊക്കെയുള്ള ജീവിതമാണ്. മൂപ്പരാതെ ബിഗ് ബോസിൽ വന്നപ്പോൾ ആൾക്ക് പോരാ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണത അത്രയധികം ഇഷ്ടപ്പെട്ടു പോയി ആ ബിഗ് ബോസ് വീട് അദ്ദേഹം. അപ്പോൾ ഇനി അദ്ദേഹം നല്ല കഥകളൊക്കെ എഴുതി ലാലേട്ടന് പറ്റിയൊരു സിനിമയുടെ തിരക്കഥ എഴുതി അദ്ദേഹം നല്ലൊരു തിരക്കഥാകൃത്താവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല മനുഷ്യന്മാരുടെ കൂടെ എന്നും ദൈവം ഉണ്ടാവും. ഓക്കെ.